നമസ്കാരം, ഞാൻ ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചിയിൽ നിന്നും. വാസ്തുവിനെ പേടിക്കേണ്ടതില്ല. അതിൻ്റെ പ്രാക്ടിക്കൽ സയൻസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, മറിച്ച് വ്യക്തിപരമായ ഒബ്സർവേഷൻസ് ആണ്. വാസ്തുശാസ്ത്രം പഠിച്ചു, ആർക്കിടെക്ചർ പഠിച്ചു, സയൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ പഠിച്ചു, പിന്നെ സാധാരണ ജനങ്ങളുടെ വാസ്തു വിഷയത്തിലെ ആകുലതകളെ നോക്കിക്കണ്ടതും എല്ലാം ചേർത്താണ് പറയുന്നത്. വാസ്തു തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ വാസ്തുവിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം അത് ശാസ്ത്രത്തിന്റെ ആവാം, ചിലപ്പോൾ അത് മിത്തോളജിയുടെ ആവും, ചില കേസിൽ ബിസിനസിന്റെയും ആവാൻ സാധ്യതയുണ്ട്. അവയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങളെ നിങ്ങളുടെ കെട്ടിടവുമായി ചേർത്ത് സ്വയം മനനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ കെട്ടിടത്തിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആർക്കിടെക്റ്റിന്റെ, ഇന്റീരിയർ ഡിസൈനറുടെ, വാസ്തു കൺസൾട്ടന്റിന്റെ, സ്ട്രക്ചറൽ കൺസൾട്ടന്റിന്റെ എല്ലാവരുടെയും ജോലി. അപ്പോ ആത്യന്തികമായ തീരുമാനം നിങ്ങളുടെ തന്നെ ആയിരിക്കണം. ഇവരെല്ലാവരും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആളുകളാണ്. അത് ഓർമ്മയിലിരിക്കും. ആദ്യം വാസ്തുവിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാറ്റ് എവിടെ നിന്ന് വരുന്നു, സൂര്യന്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഇത് തന്നെയാണ് ബേസ്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ. കേരളം പോലെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽ വരുന്ന ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരേ വാസ്തു നിയമങ്ങളായിരിക്കും. ചെന്നൈയിലെ വാസ്തു കേരളത്തിലേതിൽ നിന്നും വ്യത്യസ്തമാകുന്നതിന്റെ കാരണം എന്താണ്? അവിടെ കടൽ കിഴക്കല്ലേ. കടലിൽ നിന്നും കരയിലേക്ക് കാറ്റടിക്കുമ്പോൾ കിഴക്കോട്ടാണ് കാറ്റടിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയുള്ള വീട്ടിലെ മീൻ പൊരിക്കുന്ന ഗന്ധം നമ്മളിവിടെ പറയും കന്നിമൂലയിലെ അടുക്കളാണ്. അവിടെ മീൻ പൊരിക്കണ ഗന്ധം വീട് മുഴുവനും നിറയും. പക്ഷേ അതേ അടുക്കള കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അതേ ഗന്ധം വീടിനകത്ത് ശല്യമാവില്ല. അങ്ങനെയാണ് അടുക്കളയുടെ ഉത്തമമായ പൊസിഷൻസ് കിഴക്ക് ഭാഗത്തോട് ചേർന്ന് വരുന്നത്. പക്ഷേ കേരളത്തിലെ ഈ ഉത്തമമായ സ്ഥാനങ്ങൾ തെറ്റായ സ്ഥാനങ്ങളാണെന്നായിരിക്കും കാറ്റിന്റെ ഗതി വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് കാറ്റിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതേ കാറ്റ് തന്നെ വീടിനകത്തേക്ക് വരുമ്പോൾ ശുദ്ധവായു വരും, അശുദ്ധവായു വരും. നമുക്ക് പൊതുവെ മിത്തോളജിയിൽ പറയുന്ന പിശാച് എന്ന് പറയുന്നത് ഉപയോഗിച്ച് തീർന്ന വായു, അല്ലെങ്കിൽ യൂസ്ഡ് എയർ, കണ്ടാമിനേറ്റഡ് എയർ എന്നും, ദേവൻ ഫ്രഷ് എയർ, ഗുഡ് എയർ എന്നും നമുക്ക് ലളിതമായിട്ട് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ലളിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ വാസ്തു പ്രശ്നങ്ങളുടെയും പരിഹാരം കിട്ടുകയും ചെയ്യും. പഴയ തറവാട് വീടുകളിൽ നിരയുടെ താഴ്ന്ന ഭാഗത്തായിട്ട് കുറെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഇത് ദേവിക്ക് അല്ലെങ്കിൽ ദേവന് അകത്ത് വരാനുള്ള സ്ഥാനമായിരിക്കും. അതേപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ എയർ ഹോളിനൊക്കെ കാണുന്നില്ലേ, ആ സ്ഥാനത്തായിട്ട് പിശാചിന് അല്ലെങ്കിൽ അസുരന് പുറത്തു പോകാനുള്ള ഹോൾസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അകത്ത് കയറണ വഴിക്ക് തന്നെ പുറത്തു പോയാൽ പോലെ. അങ്ങനെ വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൂടുവായു എപ്പോഴും ഉയർന്നു പോകും. അത് മുകളിലുള്ള ദ്വാരങ്ങളിൽ കൂടെ പുറത്തേക്ക് പോകും. ആ സ്ഥാനത്തേക്ക് ശുദ്ധമായ വായു താഴ്ത്ത ഹോൾസിൽ കൂടെ അകത്തേക്ക് വരും. ഇതാണ് ദൈവങ്ങൾക്കും അസുരന്മാർക്കും പുറത്തു പോകാനും അകത്ത് വരാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളായിട്ട്, ഹോൾസ് ആയിട്ട് കാണിക്കുന്നത്. ഇതാണ് വാസ്തുവിന്റെ വേറൊരു അടിസ്ഥാന തത്വം. ഇനി നമുക്ക് സൂര്യന്റെ കാര്യം നോക്കാം. ഇന്നും ഏത് വീട്ടിലും ഏറ്റവും ആദ്യം ഉണരുന്നത് അടുക്കള തന്നെയാണ്. വൈദ്യുതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ അടുക്കളയിലും വെളിച്ചം ഏത് പാതിരയ്ക്കും. പക്ഷേ എണ്ണ വിളക്കുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രകാശം എന്ന് പറയുന്നത് ലക്ഷറി തന്നെയായിരുന്നു. രാവിലെ ഉണർന്നു വരുന്ന അടുക്കളയിൽ സൂര്യൻ വെളിച്ചം കൊണ്ടുവരണമെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള അടുക്കളയിൽ മാത്രമേ പറ്റുള്ളൂ. അത് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിഴല് മാറണമെങ്കിൽ തന്നെ ഒരു നേരം. ഇത് സൂര്യന്റെ കാര്യം. ഇനി നമുക്ക് ഒരു ചെറിയ സെറ്റ് ബാക്ക് മാറ്റർ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സെറ്റ് ബാക്ക് എന്ന് ഇന്ന് ബിൽഡിംഗ് റൂമിൽ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? വശങ്ങളിൽ 1 മീറ്റർ വിടണം, റോഡിന്റെ സൈഡിൽ ഒരു 3 മീറ്റർ വിടണം. ഇങ്ങനെയൊക്കെ കാലത്ത് ഈ സെറ്റ് ബാക്കിന് ആർക്കെങ്കിലും പേടിയില്ല? ഇല്ല. പക്ഷെ വേറൊരു സാധനത്തിന് ആളുകൾക്ക് പേടിയുണ്ട്. അതെന്താ? പിശാച വീതി. പിശാച വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ ഭൂമിയെ 9 വിഭജിച്ചിട്ട് അതിന്റെ ഏറ്റവും പുറത്തുള്ള ഖണ്ഡമാണ് പിശാച വീട്. അവിടെ കെട്ടിടം പണിയാൻ പാടില്ല. എന്താ പണിതാ കുഴപ്പം? അയൽപ്പക്കാരുമായിട്ട് തർക്കം ഉണ്ടാവും. ഇതാണ് വിധി. ഇത് തന്നെയല്ലേ നമ്മുടെ സെറ്റ് ബാക്ക് റൂൾസിൽ പറയണത്. അതിനോട് ചേർത്ത് കെട്ടിടം പണിയരുത്, അത്ര തന്നെയുള്ളൂ. ഇതാണ് വാസ്തുവിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇങ്ങനെയെല്ലാം ചില മിത്തുകളുടെ സഹായത്തോടു സാധാരണ ജനങ്ങളിൽ ലളിതമായി ചില നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് വാസ്തു ചെയ്തിരിക്കുന്നത്. ഇനി വാസ്തുദോഷ പരിഹാരത്തെ കുറിച്ച് ചില ടിപ്പ് ട്രിക്സ് ഉണ്ട്. പിന്നെ ചുറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മഹത്തായ സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്കാണ്. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോ സീരീസിൽ തന്നെ അടുത്ത വീഡിയോസിലായിട്ട് നോക്കാം. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി, ദ റിനോവേഷൻ എക്സ്പെർട്ട്. കേരളത്തിൽ 12 ജില്ലയിലും റിപ്പയർ കൊച്ചിക്ക് സർവീസ് ഉണ്ട്.